അടുത്തതായിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഈ മൊഡ്യൂളിലെ ഡിറ്റർമിനന്റ് മെട്രിക്സ് എന്നുള്ള മൊഡ്യൂളിലെ അവസാന ടോപ്പിക്ക്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ഷുവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ 3 കാര്യങ്ങളാണ് ഇതിൽ അവസാന ഭാഗത്ത് വരുന്നത്. 1 അഡ്ജോയിന്റ്, 2 ഇൻവേഴ്സ്, 3 സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. ആദ്യം തന്നെ ഇത് 3 കണക്റ്റഡ് ടോപ്പിക്കാണ്. ഇത് അഡ്ജോയിന്റ് അറിഞ്ഞാലേ ഉള്ളൂ ഇൻവേഴ്സ് അറിയാം, അത് അറിഞ്ഞാലേ ഉള്ളൂ ഇത് നമുക്ക് മൂന്നാമത്തെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് 3 ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ പഠിക്കണം. ഫസ്റ്റ്, അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ്. എന്താണ് അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ട്രാൻസ്പോസ് ഓഫ് ദി മെട്രിക്സ് ഒബ്റ്റെയിൻഡ് ബൈ റീപ്ലേസിംഗ് ഓൾ ദ എലമെന്റ്സ് ബൈ ഇറ്റ്സ് കോഫാക്ടേഴ്സ്. അതായത് ഒരു മെട്രിക്സിന്റെ എല്ലാ എലമെന്റിന്റെയും കോഫാക്ടർ കണ്ടുപിടിച്ചിട്ട് ആ കോഫാക്ടർ എലമെന്റ്സിന് പകരം റീപ്ലേസ് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. ആ മെട്രിക്സിന്റെ പേരാണ് അഡ്ജോയിന്റ്. അഡ്ജോയിന്റ് എന്ന് പറയുന്നത് ഒരു മെട്രിക്സിന്റെ അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു മെട്രിക്സ് തന്നെ ആയിരിക്കും. എന്താ ചെയ്യേണ്ടത്? കോഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് എലമെന്റ്സിന് പകരം കോഫാക്ടേഴ്സിനെ റീപ്ലേസ് ചെയ്തിട്ട് അതിന്റെ ട്രാൻസ്പോസ്, അതാണ് അഡ്ജോയിന്റ്. അപ്പൊ എന്താണ് ഈ കോഫാക്ടേഴ്സ് എന്ന സംശയം നമുക്ക് വന്നിട്ടുണ്ടാവും അല്ലേ? ഞാൻ സ്റ്റെപ്പുകൾ കൂടെ പറഞ്ഞുതരാം. ജസ്റ്റ് ഡെഫിനിഷൻ മാത്രം ഒന്ന് പറഞ്ഞു മാത്രം. അടുത്ത് അത് ഡിനോട്ട് ചെയ്യുന്നത് ഏതാ? ഇങ്ങനെയാണ്, അഡ്ജ് എ, അഡ്ജോയിന്റ് എ എന്നാണ് വായിക്കേണ്ടത്. അല്ലെങ്കിൽ അഡ്ജ് എ എന്ന് വായിച്ചാലും കുഴപ്പമില്ല. എ ഡി ജെ എ, മെട്രിക്സിന്റെ പേര് എ ആണെങ്കിൽ അഡ്ജ് എ, ബി ആണെങ്കിൽ അഡ്ജ് ബി, അഡ്ജ് സി, എക്സെട്ര. അടുത്ത് ഇൻവേഴ്സ്. എന്താണ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ? ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് പറഞ്ഞാൽ ഒരു മെട്രിക്സിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഐ കിട്ടുക, ഐഡന്റിറ്റി മെട്രിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുക, അതാണ് ഇൻവേഴ്സ്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ഇൻറ്റു ബി ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ ഈ ബി എന്ന് പറയുന്നത് എന്റെ എന്താണ്? ഇൻവേഴ്സ് ആണ്. അപ്പൊ എനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണോ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുന്നത്, ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന മെട്രിക്സിന്റെ പേരാണ് ഇൻവേഴ്സ്. അത് ഡെഫിനിഷൻ. നമ്മുടെ പോളിടെക്നിക്കിന് എക്സാമിൽ ഒരിക്കലും ഈ ഡെഫിനിഷൻ ബേസിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറില്ല. നമ്മൾ പഠിക്കേണ്ടത് ഇൻവേഴ്സ് കാണുന്ന ഫോർമുല മാത്രമാണ്, ഇൻവേഴ്സ് കാണുന്ന വിധം അല്ലെ. മാർക്ക് ഉണ്ടാക്കുക എന്ന ഒരു രീതിയിൽ നോക്കുമ്പോൾ നമ്മളത് പഠിച്ചാൽ മതി, ഫോർമുല പഠിച്ചാൽ മതി. എന്താണ് ഇൻവേഴ്സ് ഞാൻ പറഞ്ഞു, അതിന്റെ ഫോർമുലയാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഡെഫിനേഷൻ നമുക്ക് തൽക്കാലം ക്വസ്റ്റ്യൻ ചെയ്യാൻ ആവശ്യമില്ലെന്ന് തന്നെ പറയാം. ഇൻവേഴ്സ്, എ ഇൻവേഴ്സ് കാണുന്ന ഫോർമുല അഡ്ജ് എ ബൈ ഡിറ്റർമിനന്റ് എ. ഈ ഡിറ്റർമിനന്റ് എ എന്താണ്? നമ്മൾ ഡിറ്റർമിനന്റ് എന്ന സെക്ഷനിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അഡ്ജോയിന്റ് എ ഇപ്പൊ നമ്മൾ പഠിക്കും. ഇത് രണ്ടും കൂടി അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എന്ത് കാണാൻ പറ്റുക? ഇൻവേഴ്സ് കാണാൻ പറ്റുക. മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. ഒരു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഡിറ്റർമിനന്റ് മെത്തേഡ് അല്ലെങ്കിൽ ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും വില കണ്ടുപിടിക്കാൻ പഠിച്ചു. അതേ മൊഡ്യൂളിൽ തന്നെ അതേ ചോദ്യം തന്നെ മറ്റൊരു മെത്തേഡ് വെച്ചിട്ട് ചെയ്യാനാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് രണ്ട് മെത്തേഡും എക്സാമിന് പ്രത്യേകം ചോദിക്കാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 ടൈപ്പ് ചോദ്യങ്ങൾ, 2 മെത്തേഡുകളും വരാറുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇത് സ്കിപ്പ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ, അതായത് 2-3 ഇക്വേഷൻസ് ഉണ്ടാവും. അതിന് എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും ഒക്കെ വില കണ്ടുപിടിക്കുക ബൈ യൂസിങ് മെട്രിക്സ് മെത്തേഡ്. നേരത്തെ പഠിച്ചത് ഡിറ്റർമിനന്റ് മെത്തേഡ് അല്ലെങ്കിൽ ക്രാമേഴ്സ് റൂൾ, ഇതിന്റെ പേര് മെട്രിക്സ് മെത്തേഡ്. അപ്പൊ അതിന്റെ ഫോർമുല ഇതാണ്, എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അൺനോൺ ആയിട്ടുള്ള മെട്രിക്സാ, എക്സിന്റെയും വൈന്റെയും സെഡിന്റെ വാരിയബിൾസിന്റെ വില കണ്ടുപിടിക്കാനുള്ള മെട്രിക്സാ. ആ വാരിയബിൾസ് വില കണ്ടുപിടിക്കണമെങ്കിൽ യൂസ് ചെയ്യേണ്ട ഫോർമുല എന്താ? എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. അപ്പൊ ഇതിൽ എ ഇൻവേഴ്സ് കാണണം എന്ന് ഉറപ്പാണ്. അതാ ഞാൻ പറഞ്ഞ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാലേ ഉള്ളൂ ഇത് ചെയ്യാൻ പറ്റുക. ഇൻവേഴ്സ് കാണണമെങ്കിൽ അഡ്ജോയിന്റ് കാണണം. അപ്പൊ അഡ്ജോയിന്റിനെ പറ്റി പഠിക്കണം. അപ്പൊ ഇത് 3 ഇന്റർകണക്റ്റഡ് ടോപ്പിക് ആണ്. ജസ്റ്റ് ഫോർമുല ഒന്ന് പരിചയപ്പെടുക. ഇതിന്റെ ക്വസ്റ്റ്യൻ കൂടെ ഇത് കൂടുതൽ ഇപ്പൊ ഞാൻ വ്യക്തമാക്കാൻ പോവുകയാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കുക. Solve the following system of equation by matrix method. നമ്മളിവിടെ ഡിറ്റർമിനന്റ് മെത്തേഡ് എന്ന് കാണുകയാണെങ്കിൽ, നമ്മൾ ക്രാമേഴ്സ് റൂൾ എന്ന് കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഇത് അതേപോലത്തെ ചോദ്യം തന്നെ, പക്ഷെ മെത്തേഡ് ശ്രദ്ധിക്കണം. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏത് മെത്തേഡിലാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യണം. തിരിച്ച് ചെയ്താൽ മാർക്ക് ഉണ്ടാവില്ല. ആൻസർ കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മാർക്ക് കിട്ടില്ല. അപ്പൊ ഇവിടെ മെട്രിക്സ് മെത്തേഡ്, ഇതിന് പകരം പറയുന്നത് ഇങ്ങനെയായിരിക്കും. ചിലപ്പോൾ ചോദ്യം ഇങ്ങനെ വരാം, ബൈ ഫൈൻഡിങ് ദ ഇൻവേഴ്സ്. ഇത് രണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയാൻ പോകുന്ന മെത്തേഡാ. ഡിറ്റർമിനന്റ് മെത്തേഡ് അല്ലെങ്കിൽ ക്രാമേഴ്സ് റൂൾ എന്ന് പറഞ്ഞാൽ അത് രണ്ടും ഒന്ന് തന്നെയാണ്. മെട്രിക്സ് മെത്തേഡിന്റെ മറ്റൊരു പേരാണ്, മറ്റൊരു പ്രയോഗമാണ് ബൈ ഫൈൻഡിങ് ദ ഇൻവേഴ്സ്. സോൾവ് ബൈ ഫൈൻഡിങ് ദ ഇൻവേഴ്സ് അല്ലെ. ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് സോൾവ് ചെയ്യുക എന്ന്, അല്ലെങ്കിൽ മെട്രിക്സ് മെത്തേഡ് വഴി സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം തന്നെ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഈ വേർഡും കാണാം, ഈ വേർഡും കാണാം, രണ്ടായാലും സെയിം തന്നെയാണ്. എങ്ങനെ ചെയ്യേണ്ടത്? 3 ഇക്വേഷൻ തന്നിട്ടുണ്ട് ഇവിടെ. 3 ഇക്വേഷൻ, ഇതിൽ 3 അൺനോൺ ഉണ്ട്, എക്സ് വൈ സെഡ്. ഈ 3 അൺനോണിന്റെയും വില കണ്ടുപിടിക്കുന്നതോട് കൂടി നമ്മുടെ ആൻസർ കഴിയും. പക്ഷെ മെത്തേഡ് ഏതായിരിക്കണം? മെട്രിക്സ് മെത്തേഡ് ആയിരിക്കണം. ഒന്ന് നോക്കാം. ആദ്യം എങ്ങനെ ചോദ്യം കിട്ടിയാൽ ചെയ്യേണ്ടത്?
ഫസ്റ്റ് നമ്മൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എഴുതുക. ഇതിന്റെ പേരാണ് കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമുക്കറിയാം. ഇത് മെട്രിക്സ് ആണ്, ഡിറ്റർമിനന്റ് അല്ല. ഇങ്ങനെ ബ്രാക്കറ്റ് വേണം ഇടാൻ അല്ലെ. ഇതിൽ കോഎഫിഷ്യൻസ് മാത്രം എഴുതുക. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് ഇക്വേഷന്റെ കോഎഫിഷ്യൻസ് ഏതാ? 1 -1 1 അല്ലെ. എക്സിന്റെയും വൈന്റെയും കൂടെ കിടക്കുന്ന ആൾക്കാരാണ് കോഎഫിഷ്യന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. സെക്കൻഡ് റോയിൽ അടുത്ത കോഎഫിഷ്യന്റ് 2 1 -3. തേർഡ് റോയിൽ അടുത്ത കോഎഫിഷ്യന്റ് 1 1 1. ശരിയല്ലേ? ഇതാണ് എ. ഇതിന്റെ പേരാണ് എന്ത്? കോഎഫിഷ്യന്റ് മെട്രിക്സ്. അടുത്തത് എക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എഴുതണം. എക്സ് എന്ന് പറഞ്ഞാൽ ഒരു കോളം മെട്രിക്സ് ആണ്. എന്താ കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാല് ഒരു കോളം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒറ്റ കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് എപ്പോഴും ഇങ്ങനെ ആയിരിക്കും, എക്സ് വൈ സെഡ്. അതായത് നമ്മുടെ വാരിയബിൾസ് ആയിരിക്കും. ഇത് ഇങ്ങനെ ചോദ്യങ്ങൾ, ഈ മോഡൽ ചോദ്യങ്ങളിലൊക്കെ എപ്പോഴും എക്സ് തന്നെ ആയിരിക്കും. ഒറ്റ കോളത്തിൽ നേരെ താഴോട്ട് എക്സ് വൈ സെഡ് എന്ന് എഴുതുക. അടുത്തത് ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ്. ചില ടെക്സ്റ്റിൽ ഇത് ഡി എന്ന് എടുക്കാറുണ്ട്, ബി എന്ന് എടുക്കാറുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ കൊടുത്ത മെട്രിക്സിന്റെ പേരാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ബി എന്നാണ് എടുക്കുന്നത്. ബി എന്ന് പറയുന്ന മെട്രിക്സും ഒരു കോളം മെട്രിക്സ് ആണ്. എന്ന് പറഞ്ഞാൽ നേരെ താഴത്തേക്ക് ഒരൊറ്റ കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഏതായിരിക്കണം? ഇതിലേതാ ബാക്കി? കോഎഫിഷ്യന്റ് കഴിഞ്ഞു, വേരിയബിൾ കഴിഞ്ഞു, ഈ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ റൈറ്റ് സൈഡിലായിരിക്കും കിടക്കുന്ന കോൺസ്റ്റൻസ് ആണ് എഴുതേണ്ടത്. അഥവാ നമ്മളെ പറ്റിക്കാൻ വേണ്ടി കോൺസ്റ്റന്റ് ഇപ്പൊ ലെഫ്റ്റ് സൈഡ് കൊടുത്തു തരും, റൈറ്റ് സൈഡ് 0 തരും. അപ്പൊ ഇതിനെ നമ്മൾ അപ്പുറത്തേക്ക് എടുത്തു കൊണ്ടുപോകണം. കാരണം ഇവിടെ ഇരിക്കും -2 ആയിരിക്കും, അങ്ങോട്ട് പോകുമ്പോൾ +2 ആകും അല്ലെ. അപ്പോ ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്താ എഴുതേണ്ടത്? കോഎഫിഷ്യന്റ് മെട്രിക്സ്. കോഎഫിഷ്യന്റ് മെട്രിക്സ് ആണ് ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത്. അടുത്തത് എന്താ എഴുതേണ്ടത്? വാരിയബിൾ മെട്രിക്സ്. വാരിയബിൾ മെട്രിക്സ് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇത് മൂന്നാണ് ആദ്യം എഴുതിയിരിക്കേണ്ടത്. ഇതെന്താണ്? കോൺസ്റ്റന്റ് മെട്രിക്സ്. ഇത് മൂന്ന് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കിട്ടും. ഓരോന്നിനും ഓരോ മാർക്ക് വെച്ച് കിട്ടും. അങ്ങനെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരിക. അപ്പോൾ ഇതുകൊണ്ട് മാത്രമായില്ല, ഇത് തുടക്കമാണ്. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്. എക്സിനാണല്ലോ വാരിയബിൾസ് കിടക്കുന്നത്. ആ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ ആയി. അപ്പൊ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. ഇതിന്റെ സൊല്യൂഷൻ ഉള്ള ഫോർമുല ഇത് ബൈഹാർട്ട് പഠിക്കണം. എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. അപ്പൊ അടുത്ത എന്തുണ്ടാക്കണം? എ ഇൻവേഴ്സ് ഉണ്ടാക്കണം. എ ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുല എന്താ? എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് എ. ഇതാണ് എ ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുല അല്ലെ. എക്സ് കാണണമെങ്കിൽ എ ഇൻവേഴ്സിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിൽ ബി റെഡിയാണ്. ഇവിടെ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഓക്കെയാണ്. പക്ഷെ അടുത്ത് എ ഇൻവേഴ്സ് ഉണ്ടാക്കണം. എ ഇൻവേഴ്സ് ഉണ്ടാക്കാനുള്ള ഫോർമുല ഇതാണ്. ഇതില് എ ഇൻവേഴ്സിന് വേണ്ടി ആദ്യം ഡിറ്റർമിനന്റ് എ കാണണം, പിന്നെ അഡ്ജോയിന്റ് എ കാണണം. അവരെ തമ്മിൽ ഡിവൈഡ് ചെയ്യണം. ആ എ ഇൻവേഴ്സ് ഈ ഫോർമുല കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എക്സ് എന്നുള്ള മെട്രിക്സ് കിട്ടുള്ളൂ. അപ്പോഴാണ് ആൻസർ ആവുള്ളൂ. അപ്പോൾ കുറച്ചധികം ചെയ്യാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ലെങ്തി ആണെന്ന് തോന്നും, പക്ഷെ 1-2 ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിക്കാതിരിക്കരുത്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ഡിറ്റർമിനന്റ് എ കാണാൻ പോവാ. ഡിറ്റർമിനന്റ് എ. എങ്ങനെ ഡിറ്റർമിനന്റ് എ കാണാം? എ എന്ന് പറയുന്ന മെട്രിക്സ് റോ ഉണ്ടല്ലോ, ഡിറ്റർമിനന്റ് കാണാൻ പഠിച്ചാണ്. ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് നമ്മൾ പഠിച്ചല്ലേ. 1 ഇൻറ്റു എന്ന് എഴുതുക, ഒരു ബ്രാക്കറ്റ് ഇടുക. ആ ബ്രാക്കറ്റിൽ എന്താ വേണ്ടത്? 1 ഉൾപ്പെടുന്ന റോയും കോളം കളയുക. 1 ഇൻറ്റു 1 എത്രയാ? 1 മൈനസ്, ഒരു ക്ലോസിംഗ് കഴിഞ്ഞാൽ മൈനസ്. ഓർമ്മയില്ലേ നമ്മൾ നേരത്തെ പഠിച്ചത്? 1 ഇൻറ്റു എഴുതുക. അടുത്ത് 1 ഇൻറ്റു 1 1 മൈനസ് 1 ഇൻറ്റു -3 -3. അടുത്ത ആദ്യം പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്. ഇതാണ് ഫസ്റ്റ് റോന്റെ സയൻസ് അല്ലെ. അടുത്തത് മൈനസ് എന്നിട്ടു. അടുത്ത് എഴുതാൻ പോകുന്ന എലമെന്റ് ഏതാണ്? -1. -1 ഇൻറ്റു എന്ന് എഴുതി, ഒരു ബ്രാക്കറ്റ് ഇട്ടു. അതിൽ എന്താ എഴുതേണ്ടത്? ഈ -1 ഉൾപ്പെടുന്ന റോയും കോളം കളയുക. ബാക്കി 4 പേര്. 2 ഇൻറ്റു 1 2 മൈനസ് 1 ഇൻറ്റു -3 അടുത്ത് പ്ലസ് എന്നിട്ടു. അടുത്ത എലമെന്റ് ഏതാണ്? 1 ഇൻറ്റു എന്ന് എഴുതുക. 1 ഉൾപ്പെടുന്ന റോയും കോളം കളയുക. ബാക്കി 4 പേര്. 2 ഇൻറ്റു 1 എത്രയാ? 2 മൈനസ് 1 ഇൻറ്റു 1 എത്രയാ? 1. ഇനി കാൽക്കുലേറ്റ് ചെയ്യുക. 1 ഇൻറ്റു 1 മൈനസ് -3 എത്രയാ? 4. 1 പ്ലസ് 3 എന്നാവും 4 ആവും. അടുത്ത് മൈനസ് മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? +1 ഇൻറ്റു 2 മൈനസ് -3 2 പ്ലസ് 3 5 പ്ലസ് അടുത്ത് 1 ഇൻറ്റു 2 മൈനസ് 1 1 1 ഇൻറ്റു 4 എത്രയാ? 4. 1 ഇൻറ്റു 5 എത്രയാ? 5. 1 ഇൻറ്റു 1 എത്രയാ? 1. 4 പ്ലസ് 5 പ്ലസ് 1 എത്രയാ? 9 പ്ലസ് 1 10. ഇതാണ് ഡിറ്റർമിനന്റ് എ. അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോണ അഡ്ജോയിന്റ് എ ആണ്. അഡ്ജോയിന്റ് എ. അപ്പൊ അഡ്ജോയിന്റ് എ കാണുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അഡ്ജോയിന്റ് എ കാണുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പാണ്. ഈ കണക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അത്. അപ്പൊ അത് വളരെ എളുപ്പത്തിലുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് പറയാൻ പോണത്. ടെക്സ്റ്റിൽ പറയുന്ന മെത്തേഡ് അല്ല, ഒരു എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ്. നമ്മൾ പസിൽ പോലെ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് അഡ്ജോയിന്റ് കാണാൻ പറയുന്നത്. അപ്പൊ ഇവിടെ ഡിറ്റർമിനന്റ് എന്റെ ആൻസർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു 10 എന്നാണ്. ഞാനത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് വായിക്കാണ്. അടുത്ത അഡ്ജോയിന്റ് എ കാണുന്നതാണ് പറയാൻ പോകുന്നത്. അഡ്ജോയിന്റ് എ കാണാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴിയാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഈ മെട്രിക്സ് ആദ്യം നമ്മൾ ഒരു വട്ടം ഇവിടെ എഴുതാം. 1 -1 1 2 1 -3 1 1 1.
മെട്രിക്സിലെ എലമെന്റ്സ് അതേപോലെ ബ്രാക്കറ്റ് ഇടാതെ ഒരു വട്ടം എഴുതി. ഈ മെട്രിക്സ് തന്നെ ഒന്നുകൂടി ഇതിന്റെ അടുത്ത് ഒന്നുകൂടി എഴുതാം, ഈക്വൽ സ്പേസ് വിട്ടിട്ട് 1 -1 1 2 1 -3 1 1 1. ഇതേ മെട്രിക്സ് ഒന്നുകൂടി ഇവിടെ എഴുതുക 1 -1 1 2 1 -3 1 1 1. ഇനി ആ മെട്രിക്സ് ഒന്നുകൂടി എഴുതുക 1 -1 1 2 1 -3 1 1 1. അതായത് ഈ മെട്രിക്സിന്റെ ഒരു കട്ട ഇവിടെ 4 സൈഡിലും വെക്കുക, 4 തവണ ഈ കട്ട നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു രൂപം കിട്ടും. ഇതില് ഈ ഔട്ടർ മോസ്റ്റ് ലെയറിൽ കിടക്കുന്ന എലമെന്റ്സ് ഒക്കെ ഒഴിവാക്കുക. അതായത് നമുക്ക് വേണ്ട ഭാഗത്തിലാണ് ഇത്രയും ഭാഗം സെലക്ട് ചെയ്തെടുക്കുക. ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ അഡ്ജോയിന്റ് കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പുകൾ കിടക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഔട്ടർ മോസ്റ്റ് ലെയർ ഒഴിവാക്കി. ഇനി ആദ്യം ഇതിൽ നമ്മൾ പറഞ്ഞ അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, കോഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് റീപ്ലേസ് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ ഇതില് അഡ്ജോയിന്റ് കാണാൻ വേണ്ടി ആദ്യം കോഫാക്ടേഴ്സ്. ഫസ്റ്റ് തന്നെ നമുക്ക് കോഫാക്ടേഴ്സിനെ സി എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ എ എന്നും വിളിക്കാറുണ്ട്. ഇപ്പൊ തൽക്കാലം സി എന്ന് വിളിക്കാം. C11 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ എലമെന്റിന്റെ കോഫാക്ടർ. അതായത് ഈ 4 പേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 1 എത്രയാ 1 -1 × -3 എത്രയാ -3. 1 -3 പറഞ്ഞ എത്രയാ 1 + 3 എത്രയാ 4 അല്ലെ. എന്താ ഞാൻ പറഞ്ഞേ, ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ എലമെന്റ് കോഫാക്ടർ C11. അടുത്ത് C12 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പറയും, ഇതേ റോയിൽ തന്നെ അടുത്തത്. അപ്പൊ അടുത്ത 4 പേരെ ക്രോസ് ചെയ്യുക, ഈ 4 പേരെ ക്രോസ് ചെയ്യുക. -3 × 1 എത്രയാ -3 -1 × 2 എത്രയാ 2 -3 -2 എത്രയാ -5. അടുത്തത് C13. ഇവിടെ ഒന്നുകൂടി ബാക്കിയുണ്ട്. C13 ഒന്നാമത്തെ റോയിലെ മൂന്നാമത്തെ എലമെന്റിന്റെ മൂന്നാമത്തെ കോഫാക്ടർ. 2 × 1 എത്രയാ 2 -1 × 1 എത്രയാ 1 2 -1 എത്രയാ 1. ഇനി അടുത്തത് ക്രോസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം ഔട്ടർ മോസ്റ്റ് ലെയർ നമ്മൾ കൂട്ടിയിട്ടില്ല. ഈ 3 കിട്ടി. ഇനി അടുത്ത സി ഒന്നാമത്തെ റോയില് ആയതുകൊണ്ട് 1 1 1 2 1 3. അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് C21 ആണ്. C21 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലെ രണ്ടാമത്തെ റോയിലെ ഒന്നാമത്തെ എലമെന്റ്. 1 × 1 എത്രയാ 1 -1 × 1 എത്രയാ -1 1 -1 2. അടുത്ത് ഞാൻ എന്താ എഴുതേണ്ട, കോഫാക്ടറിന്റെ ലെറ്റർ എന്താ സി. അടുത്ത് ഇവിടെ എഴുതേണ്ട നമ്പർ എത്രയാ C22 അല്ലെ. രണ്ടാമത്തെ റോയിലെ രണ്ടാമത്തെ 1 -1 അല്ലെ. 1 -1 = 0. അടുത്ത C23 എന്ന് പറയുമ്പോൾ എന്താ, രണ്ടാമത്തെ റോയിലെ മൂന്നാമത്തത്. 1 × -1 -1 -1 × 1 എത്രയാ 1 -1 -1 = -2. ഇപ്പൊ രണ്ടാമത്തെ റോയും കഴിഞ്ഞു. അടുത്ത മൂന്നാമത്തെ റോ എവിടെ നിന്ന് കിട്ടും? അപ്പൊ ഞാൻ ഇവിടെ എന്താ കണ്ടത്, C31 അല്ലെ. മൂന്നാമത്തെ റോയിൽ ഒന്നാമത്തെ. -1 × -3 3 ഒരു ക്രോസിംഗ് കഴിഞ്ഞാൽ മൈനസ് ഇടണം. 1 × 1 1 = 2. അടുത്ത C32 പറയുമ്പോൾ എന്താ, 1 × 2 2 -3 × 1 എത്രയാ -3 2 -3 = 5. അടുത്ത് C33 മൂന്നാമത്തെ റോയിലെ മൂന്നാമത്തെ കോഫാക്ടർ, ലാസ്റ്റ് കോഫാക്ടർ. 1 × 1 എത്രയാ 1 2 × -1 എത്രയാ -2. 1 × 1 1 മൈനസ് ക്രോസിംഗ് കഴിഞ്ഞുള്ള മൈനസ് ആണ് ഇത്. 2 × -1 എന്ന് പറഞ്ഞാൽ തന്നെ എന്താ -2 ആണ്. 1 -2 = 3. ഇപ്പൊ നമുക്ക് 9 കോഫാക്ടേഴ്സ് കിട്ടി. ഇനി നമ്മൾ അഡ്ജോയിന്റ് എഴുതാൻ പോവാണ്. അഡ്ജോയിന്റ് ഈ ഓരോ ഫസ്റ്റ് റോയിൽ നിന്ന് കിട്ടിയ കോഫാക്ടേഴ്സ് ഫുള്ള് ഫസ്റ്റ് വരിയിൽ എഴുതുക. ആദ്യത്തെ 3 എണ്ണം ഫസ്റ്റ് റോയിൽ എഴുതുക. ഏതാ 4 -5 1. സെക്കൻഡ് റോയില് C21 22 23 സെക്കൻഡ് റോയിൽ കിട്ടിയ കോഫാക്ടേഴ്സ് അടുത്ത റോയിൽ എഴുതുക. 2 0 -2. അടുത്ത തേർഡ് റോയിൽ കിട്ടിയ കോഫാക്ടേഴ്സ് തേർഡ് റോയിൽ എഴുതുക. തേർഡ് റോയുടെ കോഫാക്ടേഴ്സ് തേർഡ് റോയിൽ എഴുതുക. എത്രയേ 2 5 3. ശരിയല്ലേ? ഈ കിട്ടുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കണം, മറക്കരുത്. ഇതല്ല അഡ്ജോയിന്റ്. ഇങ്ങനെ കിട്ടുന്ന മെട്രിക്സിന് എന്തുകൂടി എടുക്കണം, ട്രാൻസ്പോസ് എടുക്കണം. ആ ട്രാൻസ്പോസ് മെട്രിക്സ് ആണ് എന്തറിയപ്പെടുന്നത്, അഡ്ജോയിന്റ്. അപ്പൊ എന്താ ട്രാൻസ്പോസ്? നമ്മൾ ആദ്യം പഠിച്ചാണ്. വലത്തോട്ട് പോയതിനെ താഴോട്ട് എഴുതുക, റോ മാറ്റി കോളമാക്കുക. 4 5 1 എന്നുള്ളത് റോ മാറ്റി കോളമാക്കി. അടുത്ത റോ അടുത്ത കോളമാക്കുക. 2 0 -2. അടുത്ത റോ ഏതാണ് 2 5 3. ഇത്രയും പണിയുണ്ട് എന്തിന്, അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്, അഡ്ജോയിന്റ്. എന്തിനാണ് അഡ്ജോയിന്റ് കണ്ടുപിടിച്ച്? എ ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുല എന്താ, അഡ്ജ് എ ബൈ ഡിറ്റർമിനന്റ് എ എന്നാണ്. അതിൽ ഡിറ്റർമിനന്റ് എ നമ്മൾ കണ്ടുപിടിച്ചു, അഡ്ജോയിന്റ് എയും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം.
ഇപ്പൊ നമുക്ക് കിട്ടിയ ഡിറ്റർമിന്റ് ചെയ്യേണ്ട വാല്യൂ അഡ്ജോയിന്റ് എന്ന് പറഞ്ഞ മെട്രിക്സ് രണ്ട് ഞാൻ അവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ എന്തിനു വേണ്ടി അത് രണ്ട് കണ്ടുപിടിച്ച് എ ഇൻവേഴ്സ് കാണാൻ. എ ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുല എന്താ? അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് എ. ശരിയല്ലേ? അപ്പൊ എന്തായിരിക്കും അഡ്ജോയിന്റ് എ അവിടെ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? 4 2 2 -5 0 5 1 -2 3 ബൈ ഡിറ്റർമിനന്റ് എ. ബൈ എന്നുള്ളത് ബൈ 10 താഴെ എഴുതുന്നതിന് പകരം സൈഡിൽ 1/10 എന്ന് എഴുതിയാലും മതി അല്ലെ? 1/10. ഇതാണ് ഇൻവേഴ്സ്. പലപ്പോഴും പരീക്ഷയ്ക്ക് ഇൻവേഴ്സ് മാത്രം കാണാൻ ചോദിക്കാറുണ്ട്. സോൾഡ് സിസ്റ്റം എന്നല്ലാണ്ട് ഫൈൻഡ് ദ ഇൻവേഴ്സ് എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തരും. അപ്പോൾ നിങ്ങൾ പയറ്റേണ്ടത് ഈ വഴി തന്നെയാണ്. ചിലപ്പോൾ ഒരു മെട്രിക്സ് എന്നിട്ട് ഫൈൻഡ് ദ അഡ്ജോയിന്റ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള പസിൽ പോലുള്ള ആ കോഫാക്ടർ കണ്ടുപിടിക്കുക, എന്നിട്ട് റീപ്ലേസ് ചെയ്ത് ട്രാൻസ്പോസ് എടുക്കുക. ഫൈൻഡ് ദ അഡ്ജോയിന്റ് എന്ന് പറയുന്ന ചോദ്യവും ഫൈൻഡ് ദ ഇൻവേഴ്സ് എന്ന് പറയുന്ന ചോദ്യവും സോൾവ് ദ സിസ്റ്റം എന്ന് പറയുന്ന ചോദ്യവും മൂന്നും ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ പഠിച്ചാൽ നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ്. അടുത്തത് എന്തിനു വേണ്ടി നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിച്ച്? x = a ഇൻവേഴ്സ് b. ഇതിൽ a ഇൻവേഴ്സ് എന്നുള്ളത് നമ്മൾ എന്ത് കൊടുക്കണം? 1/10 × 4 2 2 -5 0 5 1 -2 3. ഇതാണ് a ഇൻവേഴ്സ്. ഇൻറ്റു അതിന്റെ തൊട്ടടുത്ത് b എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ തുടക്കത്തിൽ എഴുതിയിരുന്നു. ഏതാ? 402 കോൺസ്റ്റന്റ് മെട്രിക്സ്. അത് നമ്മൾ ഫസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇവിടേക്ക് കോപ്പി ചെയ്തു. 402 ബിന്റെ അവിടെ 402 കൊടുത്തു. എ ഇൻവേഴ്സിന് എവിടെ കൊടുത്തു. ഇനി എന്താ ചെയ്യുക? ഈ 1/10 ഇവിടെ നിൽക്കട്ടെ. ഈ രണ്ട് മെട്രിക്സുകളെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ട് മെട്രിക്സുകളെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? നമ്മൾ പഠിച്ചതാണ്. ഒന്നാമത്തെ റോ കൊണ്ട് രണ്ടാമത്തെ കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ പറയേ 4 × 4 എത്രയാ? 16 പ്ലസ് 2 × 0 0 പ്ലസ് 2 × 2 4. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിനെ. അടുത്ത രണ്ടാമത്തെ കോളം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം അല്ലെ? ഒന്നാമത്തെ റോ കൊണ്ട് ഒരു കോളം കഴിഞ്ഞു, രണ്ടാമത്തെ കോളം അവിടെ ഇല്ല, അപ്പൊ ക്ലോസ് ചെയ്തു. ഇനി അടുത്തത് രണ്ടാമത്തെ റോ കൊണ്ടാണ്. രണ്ടാമത്തെ റോ കൊണ്ടും ഈ കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് താഴെ എഴുതണം. എന്തുകൊണ്ടാണ് താഴെ എഴുതുന്നത്? ഫസ്റ്റ് റോ കൊണ്ട് ചെയ്തത് മുകളിൽ എഴുതി, സെക്കൻഡ് റോ കൊണ്ട് ചെയ്യുമ്പോൾ അതിന് താഴെ സെക്കൻഡ് റോയിൽ എഴുതണം. -5 × 4 -20 പ്ലസ് 0 × 0 0 പ്ലസ് 5 × 2 10. രണ്ടാമത്തെ റോ കൊണ്ട് ചെയ്തു. അടുത്ത മൂന്നാമത്തെ റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഏതിനെ? ഈ കോളത്തിനെ. ഇവിടെ ആകെ ഒരു കോളമേ ഉള്ളൂ. 1 × 4 4 പ്ലസ് 0 പ്ലസ് 6 അല്ലെ? 1 × 4 -2 × 0 3 × 2 അല്ലെ? അപ്പൊ 4 പ്ലസ് 0 പ്ലസ് 6 ശരിയല്ലേ? ഇസ് ഈക്വൽ ടു ഇതിന്റെ ബാക്കി ആൻസർ ഞാൻ ഇവിടെ എഴുതാണ്, ശ്രദ്ധിക്കുക. ഈക്വൽ ടു 1/10 × 1/10 × ഇത് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാ? 16 പ്ലസ് 0 പ്ലസ് 4 എത്രയാണ്? 20. അടുത്തത് -20 പ്ലസ് 0 പ്ലസ് 10 എത്രയാ? -10. അടുത്ത 4 പ്ലസ് 0 പ്ലസ് 6 എത്രയാ? 10. ശരിയല്ലേ? ഇതിന്റെ പുറത്ത് 1/10 എന്ന് പറഞ്ഞ സ്കെലാർ നിൽക്കുന്നുണ്ട്. ഒരു സ്കെലാർ കൊണ്ട് ഒരു മെട്രിക്സിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? ഈച്ച് ആൻഡ് എവരി എലമെന്റിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 1/10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് കൂടിയാണ് അർത്ഥം. അപ്പൊ ഇതിൽ എല്ലാ എലമെന്റിനും കയറി നമ്മൾ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 10 കൊണ്ട്. 20/10 എത്രയാ? 2. -10/10 എത്രയാ? -1. 10/10 എത്രയാ? 1. ഇത് എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? x = ആണ് അല്ലെ? അപ്പൊ ഇപ്പൊ കിട്ടിയിരിക്കുന്നത് x പറഞ്ഞ മെട്രിക്സാ. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് x എന്ന് പറയുന്ന മെട്രിക്സ് എന്താണെന്ന്. വാരിയബിൾ മെട്രിക്സ് ഇതാണെന്ന് നമ്മൾ ഫസ്റ്റിന് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ മീനിങ് എന്താ? ഈ 2 എന്ന് പറയുന്ന ആളുടെ വില ആർക്ക് ഈക്വൽ ആണ്? x-ന്. ഈ y-ന്റെ വില ഏതിന് ഈക്വൽ ആണ്? -1-ന്. z-ന്റെ വാല്യൂ ഏതിന് ഈക്വൽ ആണ്? 1-ന്. നമ്മുടെ ആൻസർ ആയി. therefore small letter x = 1, y x = 2, y -1, z = 1. Here it is the solution. ഇപ്പോൾ നമ്മൾ പഠിച്ചത് solve the system of equation by using matrix method അല്ലെങ്കിൽ solve the system of equation by finding the inverse of coefficient matrix. ഈ മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ നമ്മൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് 3 ക്വസ്റ്റൻ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഫൈൻഡ് ദ അഡ്ജോയിന്റ് അങ്ങനെ മാത്രം ചോദിക്കാറുണ്ട്. ഫൈൻഡ് ദ ഇൻവേഴ്സ് അങ്ങനെ ചോദിക്കാറുണ്ട്. അടുത്തത് സോൾവ് ദ സിസ്റ്റം. ഈ മൂന്നും നമ്മൾ ഒറ്റ ചോദ്യത്തോടെ പഠിച്ചു. ചിലപ്പോൾ സോൾവ് സിസ്റ്റം എന്ന് വെച്ചാൽ ഇത് 3 ഒരുമിച്ച് ചെയ്യേണ്ടി വരും. അപ്പൊ എന്തായാലും പാർട്ട് ബിയിലോ പാർട്ട് സിയിലോ മാക്സിമം മാർക്കിന്റെ ഒരു ചോദ്യമാണ്. ഇത് ഒരിക്കലും നിങ്ങൾ പഠിക്കാതെ പോകരുത്. ഇതോടുകൂടി ഈ മൊഡ്യൂളിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. വൃത്തിയായി വീഡിയോ കണ്ടതിന് ശേഷം ഇത് ഓരോ ചോദ്യങ്ങളും ഇരുന്ന് എഴുതി പഠിക്കുക. നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഇതൊരു മൊഡ്യൂള് സെക്കൻഡ് മൊഡ്യൂളായ ഡിറ്റർമിനന്റ് ആൻഡ് മെട്രിക്സ് എന്ന മൊഡ്യൂള് ഇവിടെ അവസാനിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.